കർമ്മലമാതാവേ നിൻ കരവലയം അമ്മത്തൊട്ടി അമ്മത്തൊട്ടി അമ്മത്തൊട്ടി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ കർമ്മലമാതാവിൻ്റെ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള നൊവേനയുടെ 3-ാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ധ്യാന വിചിന്തന വിഷയം കർമ്മലമലയാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1750 അടി ഉയരത്തിലാണ് കർമ്മലമല. മെഡിറ്ററേനിയൻ കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു മുനമ്പാണ് ഇത്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം 42-ാം തിരുവചനം, ഏലിയ കാർമൽ മലയുടെ മുകളിൽ കയറി. വീണ്ടും 18-43 ഏലിയ പ്രവാചകൻ വൃത്തിനോട് പറഞ്ഞു, നീ ചെന്ന് കടലിലേക്ക് നോക്കുക. കർമ്മലമല മുനമ്പ് കടലിലേക്ക് തള്ളി നിൽക്കുന്നു. കർമ്മലമല ഒരു സൂചനയാണ് പ്രിയപ്പെട്ടവരെ. സ്നേഹക്കടലായ ഈശോയിലേക്ക് നോക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു മല, വിശുദ്ധ മല. ഈ തിരുനാളിന് ഒരുങ്ങുമ്പോൾ ഈ തിരുനാളും കർമ്മലോത്തരീയവും കർമ്മല മാതാവും വണക്കവും എല്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഒന്ന് മാത്രം. ഈ ഭക്തിയും പ്രാർത്ഥനകളും എല്ലാം നമ്മെ നയിക്കേണ്ടത് സ്നേഹക്കടലായ ഈശോയിൽ മുങ്ങിക്കുളിക്കുവാനും ആ സ്നേഹം മതിവരുവോളം നുകരുവാനുമാണ്. ഒരത്ഭുതം വിവരിക്കാം. മോൺസിയർ ഡി ക്യൂക്ക് എന്ന് പറയുന്ന ഒരു കുതിരപ്പടയാളിക്ക് ടെഫിയ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് വെടിയേൽക്കുകയുണ്ടായി. 4 മണിക്കൂറോളം ഹൃദയഭാഗത്ത് വെടിയേറ്റിട്ടും അദ്ദേഹം മരിച്ചില്ല. ഈ 4 മണിക്കൂറിനിടയിൽ ഒരു വൈദികൻ വന്ന് മാരക പാപാവസ്ഥയിലായിരുന്ന അദ്ദേഹത്തെ കുമ്പസാരിപ്പിച്ച് വിശുദ്ധ കുർബാന കൊടുത്ത് നല്ല മരണത്തിനായി ഒരുക്കി. പിന്നീട് വൈദ്യ പരിശോധനയിൽ കണ്ടെത്തി ഈ ഹൃദയഭാഗത്ത് വെടിയേറ്റപ്പോൾ കഴുത്തിലുണ്ടായിരുന്ന വെന്തിങ്ങ ഈ ആഘാതത്തെ തടഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹം പെട്ടെന്ന് മരിക്കാതിരുന്നത്. പാപസങ്കീർത്തനം നടത്തി ഈശോയെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം സ്വർഗത്തിലേക്ക് പറന്നു കയറി. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ 1851 ജൂലൈ മാസം 16-ാം തീയതി സൈമൺ സ്റ്റോക്ക് പുണ്യാളനോട് പറഞ്ഞു, ഇത് രക്ഷയുടെ ആചാരമാണ്. ഇത് ധരിച്ച് മരിക്കുന്നവർ നിത്യനരകാഗ്നിയിൽ നിബന്ധിക്കുകയില്ല. എത്രയും വേഗം ഒരു ഉത്തരീയം സ്വന്തമാക്കാം, കഴുത്തിൽ ധരിക്കാം. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നൊവേന പ്രാർത്ഥനകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 3-ാം ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ഓ സ്വർഗരാജ്ഞി, അമ്മയുടെ വിശ്വസ്തരായ മക്കളായി ഞങ്ങൾ അറിയപ്പെടുവാൻ വേണ്ടി ഒരു ബാഹ്യ അടയാളമായിട്ടാണ് അമ്മ ഞങ്ങൾക്ക് ഉത്തരീയം തന്നത്. പാപം ഒഴിവാക്കിയും അമ്മയുടെ സദ്ഗുണങ്ങൾ അനുകരിച്ചും ഞങ്ങൾ എപ്പോഴും അത് ബഹുമാനത്തോടെ ധരിക്കട്ടെ. ഞങ്ങളുടെ ഈ ആഗ്രഹത്തോട് വിശ്വസ്തരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കൂ. ആമേൻ. നിയോഗം കാഴ്ചവെക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഹൃത ജപം. പരിശുദ്ധ അമ്മേ, കർമ്മല മാതാവേ, അമ്മ ഈശോയെ സ്നേഹിച്ചതുപോലെ ഈശോയെ സ്നേഹിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, കർമ്മല മാതാവേ, അമ്മ ഈശോയെ സ്നേഹിച്ചതുപോലെ ഈശോയെ സ്നേഹിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, കർമ്മല മാതാവേ, അമ്മ ഈശോയെ സ്നേഹിച്ചതുപോലെ ഈശോയെ സ്നേഹിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. ആമേൻ.